ജാതി പറഞ്ഞ് നിരന്തരമായി ആക്ഷേപിക്കുക, പിന്നെ സാംസ്കാരിക ശൂന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്നലെ എനിക്ക് വേദന ഉണ്ടായ ഒരു സംഭവം ആ അച്ഛൻ പറയുകയാണ്. ആ കോളേജിൽ നിന്ന് ഒരു അധ്യാപകർ ഒരാൾ പോലും അവിടെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ എന്ന് മാത്രമല്ല, ഒരു കുട്ടികളും വന്നില്ല. എല്ലാ കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. പോകുന്നവർക്ക് ഈ ഇന്ത്യയിലെ മാർക്ക് കിട്ടൂല, നിന്നെ തോൽപ്പിക്കുന്നു പോകുന്നവരെ. അതുകൊണ്ട് കുട്ടികളെ പേടിച്ച് തൻ്റെ സഹപ്രവർത്തകന്റെ അതിനോട് അവസാനം വിട പറയുന്നതിന് വേണ്ടി പോലും വരുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ചില കോളേജുകൾ, നമ്മളിപ്പം കോളേജുകൾ പിന്നെ ഉണ്ട്, അത് നമുക്ക് സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, കക്ഷിരാഷ്ട്രീയത്തിൽ അതീതമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവരെന്നല്ല പറഞ്ഞത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വീടിന്റെ കാര്യമൊക്കെ പിന്നെ പറഞ്ഞു. ചില ആൾക്കാരെല്ലാം വീട് സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി, കാര്യമല്ല പറഞ്ഞിട്ട് പോയി. ഞാൻ അതെത്രമാത്രം നടക്കുമെന്ന് അറിയില്ല. കാര്യം വെച്ചാൽ വയനാടൊക്കെ പിന്നെ സംഭാവന ചെയ്യാമെന്ന് ഡിക്ലെയർ ചെയ്ത ശേഷം ഇതുവരെ വീട് വയ്ക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് നമ്മളെന്തായാലും ഈ പൊതുവിൽ ഒരു ആലോചന നടത്തി, മുഖ്യമന്ത്രിയും കൂടെ വന്നതിന് ശേഷം ആലോചന നടത്തി ഈ കുടുംബത്തിന്റെ വീടിന്റെ കാര്യവും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹികപരമായും സാമ്പത്തികപരമായും വളരെ വളരെ പിന്നോക്കം നിൽക്കുന്ന സമൂഹം എന്നുള്ള നിലയിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ആലോചിക്കും. ഒരാളിന്റെ പിന്നെ ജീവൻ നഷ്ടപ്പെട്ട കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ ചില്ലറ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലൊന്നും ഒരു കാര്യമില്ല. ലോൺ എടുത്തെന്നോ അല്ലെങ്കിൽ താമസിച്ച് ക്ലാസ്സിൽ വന്നെന്നോ അല്ലെങ്കിൽ അറ്റൻഡൻസ് കുറവെന്നോ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊന്നും ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നമില്ല. ഇത് ഇന്നലെ പിന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഗോതമാഷ് അവിടെ പോയിരുന്നു, ഞാൻ പോയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് അവർ താമസിക്കുന്നത്. ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോയിരുന്നു. അവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണ് എന്നുള്ള നിലയിൽ പറഞ്ഞു. എന്ത് ഹെൽപ്പ് ചെയ്താലും അവർക്ക് അതിന് ബദലാവില്ലെന്ന് നമുക്കറിയാം. എങ്കിലും ഈ പിന്നെ പോലീസ് വളരെ ക്വിക്കായിട്ടാണ് ആക്ഷനിലേക്ക് പോയത്. പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിച്ചു. അവർ തിരുവനന്തപുരത്ത് നിന്ന് എത്തുമെന്നാണ് പറയുന്നത്. പിന്നെ നിതിന്റെ അച്ഛൻ്റെയും അത് ബന്ധുക്കളുടെയൊക്കെ തന്നെ ഈ മൊഴിയൊക്കെ എടുക്കുന്നതിന് വേണ്ടി. എന്തായാലും ഇനി ഇത് നമ്മൾ 2-3 സംഭവത്തിൽ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതേപോലുള്ള ചില പ്രൊഫസർമാരും ചില ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും നാട്ടിന് അപമാനമാണ്, നമ്മുടെ കേരളത്തിന് അപമാനമാണ്. അവർക്ക് അധികാരം കയ്യിൽ കിട്ടിയാൽ എന്തും എന്നുള്ളതാണ്. ആരെയും പിന്നെ ഇതേ രൂപത്തിൽ വേർപാടുണ്ടാക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ, ഒരു അടി ഒരാൾക്ക് കൊടുത്താൽ മാഞ്ഞു പോകും. പക്ഷെ ഒരു വാക്ക് മായില്ല, അത് മനസ്സിൽ കിടക്കും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.